ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ചെട്ടിനാട് പാൽ കൊഴുക്കട്ട റെസിപ്പിയാണ്. ഈ കൊഴുക്കട്ട ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റും ജെല്ലി പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ആഘോഷങ്ങളൊക്കെ കളർഫുള്ളാക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. 250 ml ഒരു കപ്പ് പച്ചരി നല്ലവണ്ണം കഴുകിയെടുത്ത് കുതിരാൻ വേണ്ടി ഒരു 7-8 മണിക്കൂർ നേരത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. നല്ലവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷി പോലെ അരച്ചെടുക്കണം. അരിക്ക് മാത്രമായിട്ട് 2 കപ്പ് വെള്ളം വേണ്ടി വരും. അതിലെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് ചെയ്യുന്നതിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂട് കട്ടിയുള്ള ഒരു വലിയൊരു പാത്രം നോക്കി എടുക്കണം. 1.5 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളത്തിലോട്ട് അരിമാവ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഒരു 3 സ്പൂണോളം അരിമാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ മാവിലോട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കണേ. ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ആ വെള്ളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓൺ ആക്കണം. ആദ്യമേ തന്നെ തീ കൂട്ടിയൊന്നും കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് കട്ടിയാകാൻ തുടങ്ങുമ്പോൾ ആ വിസ്ക് അങ്ങ് മാറ്റുക. വിസ്ക് കൊണ്ട് പണി നടക്കത്തില്ല. കട്ടിയാകാൻ തുടങ്ങുമ്പോൾ തൊട്ട് തീ അങ്ങ് തീരെ കുറച്ചിടുക. നല്ല കനമുള്ള തവി നോക്കി വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. ഇവിടെ മാത്രം കുറച്ചൊരു പണിയുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തന്നെ അത് വിട്ട് ഉരുണ്ട് മാവ് വരുവേ. അതുവരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കണ്ട മാവൊക്കെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ വിട്ട് ഉരുണ്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും പാൽക്കൊഴുക്കട്ട. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി ഒന്ന് വിടണം. ഇത് ആറിയിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണേ. ഓട്ടുന്നുണ്ടെങ്കിൽ കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിലും അല്പം നെയ്യൊന്ന് തടവിട്ടുണ്ട്. ഇത് പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാ ഷേപ്പും ഒരേപോലെ ഒന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അപ്പച്ചെമ്പി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണേ. നല്ലവണ്ണം വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം വേണം ഇടാനായിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാകും. ഇടയ്ക്കൊന്നും തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടും ജെല്ലി പോലെയൊക്കെ ഇരിക്കുന്നത്. ഇത് നല്ല ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നുന്നത്. ഇത് അല്പം ഒന്ന് ആവി പോയി കഴിയുമ്പോൾ ശരിയായിക്കോളും. വീണ്ടും ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. 1 കപ്പ് 3 സ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് കല്ലും കട്ടയൊന്നും ഇല്ലാത്തത് കാരണം ഡയറക്റ്റ് അങ്ങ് ചേർക്കുകയാണ്. ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. നിങ്ങളുടെ കൈവശം ശർക്കര ഉണ്ടയാണെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ ഒന്ന് ചീകിയെടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അലിയിച്ചതിന് ശേഷം അരിപ്പയിലൊന്ന് അരിച്ചിട്ടെടുക്കുക. ശർക്കരയൊക്കെ നല്ലവണ്ണം ഒന്ന് അലിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലോട്ട് 1/2 അല്ലെങ്കിൽ 1 സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെയ്യൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കൊഴുക്കട്ട ഇടുക. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഔട്ടിയിരിക്കുന്നതൊക്കെ തനിയെ അത് സെപ്പറേറ്റ് ആയിക്കോളും. ഇനി ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരത്തോളം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് വെന്തതാണ് എങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി വെച്ചിരിക്കുന്ന അരിമാവുണ്ടല്ലോ, ഒരു 3 സ്പൂണോളം അതോടെ ചേർക്കുക. ഇനി ഈ മാവൊന്ന് വെന്ത് വരണം. അതിൻ്റെ കൂടെ തന്നെ ഇത് കുറുകിയും വരും. അതിന് ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം വേണ്ടി വരും. അരിമാവൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 നുള്ളു ഉപ്പാണ് ചേർക്കുന്നത്. നല്ലതായിട്ട് മധുരമൊക്കെ ബാലൻസ് ആകുകയും ചെയ്യും. നമുക്ക് ആ മധുരത്തിൻ്റെ ആ ചെടിപ്പ് തോന്നത്തില്ല. ഇനി ഒരു 2 ഏലക്ക എളുപ്പം പൊടിഞ്ഞ് കിട്ടാനായിട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാരക്കകത്ത് ഇട്ട് പൊടിച്ചെടുത്താണ്. അതോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കണം. 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്താണ്. 1-ാം പാലെന്നോ 2-ാം പാലെന്നോ ഒന്നുമില്ല. ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞെടുത്താണ്. തീ പെട്ടെന്ന് കൂട്ടി കൊടുക്കരുത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
കൊഴുക്കട്ട പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാവുന്നോ അത്രയും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട്. അത് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു പണിയും കൂടിയാണ്. ഇതിപ്പോൾ സാമാന്യം തിക്കായിട്ടുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ 1 കപ്പ് തേങ്ങാപ്പാൽ 1.5 കപ്പാക്കി പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കിയാൽ മതി. കറക്റ്റ് പരുവായിക്കോളൂ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരാനായിട്ട് ബബിൾ വരുന്ന സമയത്ത് വേണേൽ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കരുത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം. ആ പച്ചരിയൊക്കെ അരച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നത് കൊണ്ടും ആവിയിൽ കയറ്റിയെടുക്കുന്നത് കൊണ്ടും ഒക്കെ നല്ല ജെല്ലി പോലെ സോഫ്റ്റാണ് ആ കൊഴുക്കട്ടയെ. പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുപോലെ സോഫ്റ്റാണ്. ഇതിൽ കാഷ്നട്ടൊന്നും വറുത്ത് ചേർക്കണം നിർബന്ധമില്ലാത്തതാണ്. ബദാം ചോപ്പ് ചെയ്തോ ഇല്ലെങ്കിൽ ഇതുപോലെ പിസ്തയോ ഒക്കെ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ അലങ്കരിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.